Good morning, students. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് പറഞ്ഞു, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്താണെന്ന് പറഞ്ഞു, അത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ക്യാഷിനകത്ത് എന്തൊക്കെ കയറി വരും, ക്യാഷ് ഇക്വാലന്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്തൊക്കെ കയറി വരും, രണ്ട് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. സോ മൂന്ന് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഒന്നിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നും, പിന്നെ ഒന്നിനെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും, തേർഡ് വൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്നും പറയാം. അണ്ടർ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഈ മൂന്ന് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതാ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. മനസ്സിലായി? സോ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മെത്തേഡിന്റെ രീതിയിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നോക്കാം. നോക്കി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് കണ്ടുപിടിക്കാൻ പോണേ. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞതാ എങ്ങനെയാ, അതായത് ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന നോർമൽ റവന്യൂ ട്രാൻസാക്ഷൻസ് ആണ് ഇതിനകത്ത് കയറി വരാറ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കയറി വരാറ് അല്ലെ. അതായത് പർച്ചേസ്, സെയിൽസ്, ഈ പറയുന്ന എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നമുക്ക് ഓരോ ആക്ടിവിറ്റിക്കകത്തും കയറി വരുന്ന അഡ്ജസ്റ്റ്മെന്റുകളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. നമുക്ക് നോക്കാം, ഓരോ ആക്ടിവിറ്റി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഇവിടെ നോക്കി, ക്യാഷ് റെസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. ദാറ്റ് മീൻസ് അതായത് സാധാരണ രീതിയിൽ സെയിൽ നടത്തുമ്പോൾ ക്യാഷ് സെയിൽസും ഉണ്ടാവാറുണ്ട് അല്ലെ, ക്രെഡിറ്റ് സെയിൽസും വരാറുണ്ട്. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് ഏതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി? ക്യാഷ് സെയിൽസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അപ്പൊ ക്രെഡിറ്റ് സെയിൽ നടത്തിയാലോ? ക്രെഡിറ്റ് സെയിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മൾ ക്രെഡിറ്റ് സെയിലിന് സെയിൽ ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ് എത്ര രൂപയാണോ നമുക്ക് തന്നിരിക്കുന്നത് അത് വേണം കാണിക്കാൻ. മനസ്സിലായി? അതായത് ഇതിനെ ക്യാഷ് റെസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതിനെ ഫസ്റ്റ് വൺ നമുക്ക് ഈ പറയുന്നത് പോലെ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞ എഴുതാം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഏത് പറഞ്ഞേ, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സാധനം പറഞ്ഞത്. ആൻഡ് ദ സെക്കൻഡ് വൺ നോക്കി, ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതായത് ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഇവിടെയും ഈ പറയുന്ന പോലെ ക്യാഷ് പർച്ചേസ് വരും. ആൻഡ് ദ സെക്കൻഡ് വൺ ക്രെഡിറ്റ് പർച്ചേസ് വരില്ല, പകരം എമൗണ്ട് പെയ്ഡ് ടു നമ്മുടെ ആർക്ക് കൊടുത്തത്? ക്രെഡിറ്റേഴ്സ്. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി ആൻഡ് എംപ്ലോയീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ വേജസോ സാലറീസോ കാര്യങ്ങളോ കയറി വരും. പിന്നെ എന്താ പറഞ്ഞത്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും അല്ലേ. എന്നിട്ട് നോക്കി, ഇൻകം ടാക്സ് പെയ്ഡ് എത്രയാണോ അത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്നത് പോലെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. സോ സെയിൽസ്, പർച്ചേസ് മൈനസ് ചെയ്യുക. എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോർമൽ പേയ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെല്ലാം നമുക്ക് മൈനസ് ചെയ്യാം. ഏതിനകത്ത് വരുന്നത്? ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് വരുന്ന നോർമൽ പേയ്മെന്റ് എന്തൊക്കെയാണോ അതെല്ലാം മൈനസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സാധനം കിട്ടും. ഇൻകം ടാക്സ് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കി, ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറയുന്ന സാധനം കിട്ടും. എന്നിട്ട് പ്രോബ്ലത്തിനകത്ത് വല്ല എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടും. മനസ്സിലായി? നോക്കി, ഇതുമായിട്ട് നമുക്ക് പഠിക്കേണ്ട അഡ്ജസ്റ്റ്മെന്റുകളെയും കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് വൺ ക്യാഷ് സെയിൽസ് എത്രയാണ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലെ. ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ടാവും, നമുക്ക് എഴുതാം. പക്ഷേ ക്രെഡിറ്റ് സെയിൽ അല്ല നമുക്ക് എഴുതേണ്ടത്. ക്രെഡിറ്റ് സെയിൽസ് അല്ല നമുക്ക് എഴുതേണ്ടത്. പകരം എന്താ? എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് എഴുതേണ്ടത്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരയ്ക്കേണ്ടി വരും? ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരയ്ക്കണം. ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റാ അല്ലെ. സോ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. നോക്കി, ഒരു എക്സാമ്പിൾ പറയാം. ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ നമുക്ക് തരാനുണ്ടായിരുന്നു. 1 ലക്ഷം രൂപ നമുക്ക് തരാനുണ്ടായിരുന്നു. നോക്കി, ക്രെഡിറ്റ് സെയിൽ ഈ വർഷം നമ്മൾ ക്രെഡിറ്റ് സെയിൽ ആയിട്ട് ഒരു 5 ലക്ഷം രൂപയും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പണിംഗിൽ നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ഈ വർഷത്തെ ക്രെഡിറ്റ് സെയിൽ ആയിട്ട് നമുക്ക് 5 ലക്ഷം രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ അവർ ടോട്ടൽ നമുക്ക് എത്ര രൂപ തരണം? 6 ലക്ഷം രൂപ തരണം.
ഇതിനകത്ത് നോർമലി കയറി വരുന്ന കുറേ സാധനമുണ്ട്. ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ അവർ ഇനി നമുക്കത് തരില്ല അല്ലേ. ഒരു 50,000 രൂപയുടെ ബാഡ് ഡെപ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു, ഡിസ്കൗണ്ട് അലൗഡ്, ഒരു 50,000 രൂപയുടെ ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്. അതായത് 6 ലക്ഷം രൂപയാണ് തരാനുള്ളത്, അതിനകത്തുനിന്ന് 50,000 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ടും പോയി, 50,000 രൂപ ഡിസ്കൗണ്ട് അലൗഡ് ആയിട്ടും പോയി. ബാക്കി ഇനി അവർ നമുക്ക് എത്ര തരാനുള്ളൂ? 5 ലക്ഷം രൂപയെ തരാനുള്ളൂ. ക്ലോസിംഗ് ബാലൻസ് നോക്കിയപ്പോൾ 2 ലക്ഷം രൂപയേ ഉള്ളൂ. ക്ലോസിംഗ് ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ 2 ലക്ഷം രൂപയേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും അവിടെ ക്യാഷ് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 3 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഏതാ? ഈ പറയുന്ന എമൗണ്ട് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ആണ് വേണ്ടത്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സോ ഫസ്റ്റ് വൺ ക്യാഷ് സെയിൽസ് എഴുതി, ആൻഡ് സെക്കൻഡ് വൺ ക്രെഡിറ്റ് സെയിൽസ് എഴുതി. ആ ക്രെഡിറ്റ് സെയിൽ അല്ല എഴുതേണ്ടത്, പകരം ഇതേപോലെ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരയ്ക്കണം. ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് വരച്ചിട്ട് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എത്രയാണെന്ന് നോക്കണം. മനസ്സിലായി? ഇനി തേർഡ് വൺ എന്ത് എഴുതാം? ക്യാഷ് പർച്ചേസ് എത്രയാണെന്ന് എഴുതാം. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു, അതാണോ എഴുതേണ്ടത്? അല്ല, ക്രെഡിറ്റ് പർച്ചേസ് അല്ല നമ്മൾ എഴുതേണ്ടത്. നേരെ തിരിച്ച് എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് നിങ്ങൾ എങ്ങനെയാണോ വരച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ക്രെഡിറ്റേഴ്സ് ആണ്, ലയബിലിറ്റി ആണ്. എന്ത് എഴുതാം? ഓപ്പണിംഗ് ബാലൻസ് എഴുതാം അല്ലേ. ഇപ്രാവശ്യം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് പർച്ചേസ് എഴുതാം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കാം. ക്ലോസിംഗ് ബാലൻസ് കാണിക്കാം. ഓക്കെ. ഇതിന്റെ ഡിഫറൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ക്യാഷ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ചെയ്ത കാര്യം മനസ്സിലായി? ക്യാഷ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഞാൻ ഓരോ ആക്ടിവിറ്റിയും ആണ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് കയറി വരുന്ന ക്യാഷ് സെയിൽസിന്റെ കുഴപ്പമില്ല, ക്രെഡിറ്റ് സെയിൽ അല്ല നമ്മൾ എഴുതുന്നത്, പകരം എമൗണ്ട് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് എഴുതിയത്. ക്രെഡിറ്റ് പർച്ചേസ് എഴുതിയില്ല, പകരം എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ് എഴുതിയത്. ഇനി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ഫിഫ്ത്ത് വൺ നോർമലായിട്ട് കയറി വരുന്ന എക്സ്പെൻസുകൾ അല്ലേ. നമ്മൾ എംപ്ലോയീസിനൊക്കെ കൊടുക്കണമെന്നല്ലേ പറഞ്ഞേ. സോ സാലറിയോ റെന്റോ റൈറ്റ്സോ ടാക്സോ അങ്ങനെയുള്ള എന്തൊക്കെയാണെങ്കിലും അതൊക്കെ മനസ്സിലായോ? അവിടെ നോർമലി കയറി വരുന്ന 4 കാര്യങ്ങളുണ്ട്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റിനകത്ത് നോർമലി കയറി വരുന്ന 4 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് അഡ്വാൻസ് ആൻഡ് ഓപ്പണിംഗ് അഡ്വാൻസ്. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. ചെയ്ത കാര്യം മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏത് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി കയറി വരുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കയറി. ആൻഡ് സെക്കൻഡ് വൺ നെക്സ്റ്റ് വൺ. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഫോർമാറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെയിൽസ് എഴുതി, പർച്ചേസും എംപ്ലോയീസിന് കൊടുത്തതും ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം മൈനസ് ചെയ്തു. നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് കിട്ടും. അതിനകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്യാം? ഇൻകം ടാക്സ് മൈനസ് ചെയ്യാം. അപ്പോൾ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ കിട്ടും. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. നോക്കിയേ, ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഏതൊക്കെയാ? ഒരു മിനിറ്റ്. ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് അത് ഏതൊക്കെയാ? നോക്കി, പർച്ചേസ് സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് എക്സെട്ര. അവിടെ നമ്മളൊരു കാര്യം എടുത്തു പറഞ്ഞായിരുന്നു. എന്താ ആലോചിച്ച് നോക്കി. ഈ പറയുന്നത് പോലെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ വരികയാണെങ്കിലും അല്ലെ, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് അങ്ങനെയാണ് സംസാരിച്ചത്. ആ ഇൻവെസ്റ്റ്മെന്റിനകത്ത് റിട്ടേൺ വരികയാണെങ്കിലും നമ്മൾ ഏതിനകത്ത് തന്നെ കാണിക്കും? അതാ ഹെഡിങ്ങിൽ തന്നെ കാണിക്കും. സോ ഇവിടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ പർച്ചേസ് ഓഫ് സെയിൽ, അല്ലെങ്കിൽ പർച്ചേസ് അസറ്റ്സോ സെയിൽ ഓഫ് അസറ്റ്സോ, അല്ലെങ്കിൽ ആ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റോ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റോ അതിന്റെ ഏതും കൂടെ വരും. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ റിട്ടേൺ വരും. മനസ്സിലായി? ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ ഏറ്റവും കൂടുതൽ കയറി പറഞ്ഞ അങ്ങനെയാണ്. നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു, ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ആ കമ്പനി നമുക്ക് എന്ത് തന്നു? ഡിവിഡൻഡ് തന്നു. സോ അതും ഏത് ആക്ടിവിറ്റി തന്നെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തു, അതേത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്.
മനസ്സിലായോ? ഇനി അത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി ഷെയർസിന് വേണ്ടി നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു, അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിനകത്ത് കയറി വരുന്ന കാര്യങ്ങൾ മേജറായിട്ട് കയറി വരുന്ന സാധനങ്ങൾ ഈ പറയുന്നത് പോലെ ഫിക്സഡ് അസറ്റ്സിന്റെ ട്രീറ്റ്മെന്റ്. ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. അതായത് സാധാരണ രീതിയിൽ പ്രോബ്ലത്തിനകത്ത് ഓപ്പണിംഗ് അസറ്റിന്റെ വാല്യൂ തരും. ഓപ്പണിംഗ് അസറ്റിന്റെ വാല്യൂ തരും. മനസ്സിലായോ? ക്ലോസിംഗ് അസറ്റിന്റെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാം. സോ അഡീഷണലി കയറി വരുവാണെങ്കിൽ അത് സെയിൽ ആയിരിക്കും അല്ലെങ്കിൽ പർച്ചേസ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ ഒരു അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കാം. അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്ത് ഓപ്പണിംഗ് ബാലൻസ് ഒരു 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ വർഷം ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ 10,000 രൂപ ചാർജ് ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ക്ലോസിംഗ് നോക്കിയപ്പോൾ 1,50,000 രൂപയുണ്ട്. സോ എന്താ മിസ്റ്റേക്ക് ഇല്ലേ? എങ്ങനെയാ? ഓപ്പണിംഗ് 1 ലക്ഷം രൂപയും കഴിഞ്ഞ് ഡിപ്രീസിയേഷൻ 10,000 രൂപ മൈനസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര വേണ്ടേ? 90,000 വേണ്ടേ അല്ലേ? പക്ഷെ ക്ലോസിംഗ് വാല്യൂ നോക്കി, ക്ലോസിംഗ് വാല്യൂ 1,50,000. ദാറ്റ് മീൻസ് ഇവിടെ അഡീഷണലി നമ്മൾ ക്യാഷ് കൊടുത്ത് എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും? 60,000 വാങ്ങിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? സോ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് പ്രോബ്ലത്തിനകത്ത് ചോദിക്കാറ്. സോ അസറ്റിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അസറ്റിന്റെ അക്കൗണ്ട് വരച്ചിട്ട് വേണം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഈ പറയുന്ന ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പറയുന്ന പോലെ ക്യാഷ് പെയ്ഡോ അല്ലെങ്കിൽ പുതിയ അസറ്റ് വാങ്ങിച്ച എത്രയാണോ വിറ്റത് എത്രയാണോ നോക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, ഞാനൊരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയാം. ദാറ്റ് മീൻസ് ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബുക്ക് വാല്യൂവിനാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു എക്സാമ്പിൾ ആണ്, 1 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ 10,000 റുപ്പീസ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് 90,000 ആയി. സെക്കൻഡ് ഇയറിലും അഗൈൻ 10,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് 80,000 റുപ്പീസ് ആയി. സോ ഇറ്റ്സ് കോൾഡ് ബുക്ക് വാല്യൂ. പ്രോബ്ലത്തിനകത്ത് തരുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ആ അസറ്റ് നമ്മൾ 2,000 രൂപ ലാഭത്തിന് വിറ്റു എന്നാണ് പറയാം. സിറ്റുവേഷൻ മനസ്സിലായി? അവിടെ സെയിൽ പ്രൈസ് എത്രയാണെന്നല്ല നമ്മളോട് പറയണേ. നമ്മളോട് പറയുന്നത് ഈ അസറ്റ് 2,000 റുപ്പീസ് പ്രോഫിറ്റിന് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബുക്ക് വാല്യൂ എത്രയാ? 80,000. പ്രോഫിറ്റ് 2,000 കൂടെ കൂട്ടുമ്പോൾ ഇത് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റ് കാണും? 82,000 വിറ്റ് കാണും. മനസ്സിലായോ? ഇതേപോലെ തന്നെ ലോസ് ആണെങ്കിലും വരും. അതായത് ഇപ്പൊ നോക്കി, ബുക്ക് വാല്യൂ 80,000 ആണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് അസറ്റ് വിറ്റപ്പം നമുക്കൊരു 2,000 റുപ്പീസ് ലോസ് ആയിരുന്നു എന്നാണ് പറയണതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ക്യാഷ് ആയിട്ട് കിട്ടിക്കാണും? 78,000 റുപ്പീസ് ക്യാഷ് ആയിട്ട് കിട്ടിക്കാണും. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ പ്രോഫിറ്റിനാണോ ലോസിനാണോ സെയിൽ ചെയ്തിരിക്കുന്നത് എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് സെയിൽ ചെയ്യുമ്പം എത്ര രൂപയ്ക്കാണോ നമുക്ക് ക്യാഷ് കിട്ടിയിരിക്കുന്നത് എന്നതിനാണ്. ചെയ്താൽ മനസ്സിലായല്ലോ? സോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നിതാ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേണും കൂടെ അതിനകത്ത് തന്നെ കാണിക്കണം. കൂടാതെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുക, ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. പുതിയത് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ വിറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കുക. അവിടെ വിൽക്കുന്നതും വാങ്ങിക്കുന്നതും ആണെങ്കിൽ പ്രോഫിറ്റിനാണോ ലോസിനാണോ എന്നുള്ളതിന് എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, cash flow from financing activities. നോക്കി, individual items of cash inflow and outflow from financing activities. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ such as proceed from issue of shares, long term borrowings, repayment of long term debt, interest paid, dividend paid, etc. മനസ്സിലായി? അതായത് ആ ഇക്വിറ്റി എന്ന് പറയുന്ന സൈഡിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞത്. അവിടെ ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യങ്ങളും കൂടെ പറയാം. ഒന്ന്, ഇതേപോലെ തന്നെയാണ്. ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുകയോ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയോ ചെയ്താൽ അതും ഏത് ഹെഡിൽ തന്നെ വരും? ഈ പറയുന്ന പോലെ ഫിനാൻസിങ് ഹെഡിനകത്ത് തന്നെ വരും. ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഹെഡിനകത്ത് തന്നെ വരും. മനസ്സിലായി? നമ്പർ 1. ഓക്കെ. ആൻഡ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 50,000 രൂപയുടെ ഇക്വിറ്റി ഷെയറിനെ കൺവേർട്ട് ചെയ്ത് പ്രിഫറൻസ് ആക്കി. മനസ്സിലായി? അവിടെ നോക്കി, അവിടെ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നതിനെ മാറ്റി പകരം പ്രിഫറൻസ് ആക്കിയെന്ന് മാത്രം.
അവിടെ യാതൊരു തരത്തിലുള്ള ഏതുമില്ല, ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ഇനി ഡിബഞ്ചേഴ്സ് ഒക്കെ അങ്ങനെ പറയാം, ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്തു അല്ലെ ഡിബഞ്ചർ റിഡംഷൻ നടത്തി എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, നമ്മൾ ഡിബഞ്ചറിന്റെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അത് എത്രയാണ് എമൗണ്ട് എന്ന് എഴുതാം. പക്ഷേ നേരെ തിരിച്ചു പറഞ്ഞാൽ ഡിബഞ്ചറിനെ നിങ്ങൾ റിഡംഷൻ അല്ല നടത്തിയത്, ഡിബഞ്ചറിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തു, ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചറിനെ 5 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇത് മൂന്നും കൂടെ നമ്മൾ ചെയ്യുന്ന നേരത്ത് ഏതാ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ആണെങ്കിലും ഫിനാൻസിങ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും ഈ മൂന്നും കൂടെ ആഡ് ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് കൂടെ, ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് കൂടെ ആഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടണം, ക്ലോസിംഗ് ബാലൻസ് കിട്ടണം. മനസ്സിലായി? നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ആ ഡയറക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രോബ്ലത്തിനകത്ത് നോക്കി, ക്യാഷ് ഫ്ലോയുടെ ഒരു പ്രോബ്ലമാണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്, 2,52,00,000 രൂപ നെറ്റ് സെയിൽസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് കോസ്റ്റ് ഓഫ് സെയിൽസ്. എത്രയാണ് ക്യാഷ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കയറി പറഞ്ഞേ അല്ലേ. ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട്, 6 ലക്ഷം രൂപ. നമുക്ക് ഡിപ്രീസിയേഷൻ വേണോ? വേണ്ട. കാരണം എന്താ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് ഐറ്റം ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് ഐറ്റം ആണ്, നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സാലറീസ് ആൻഡ് വേജസ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സ്, ദാറ്റ് മീൻസ് നമ്മൾ ഓരോ വർഷവും ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ മാറ്റി വെക്കുന്നു. നമ്മുടെ പിയാണ്ടലിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് മാറ്റി വെക്കുന്നു, അത് ആക്ച്വൽ പെയ്ഡ് അല്ല. സോ ഇങ്ങനെ പ്രൊവിഷൻസ് തരുന്ന നേരത്ത് നമുക്ക് ടാക്സിന്റെ അല്ല വേറെ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ അല്ല നമുക്ക് വേണ്ടത്, അതിന്റെ ആക്ച്വൽ പേയബിൾ അല്ലെങ്കിൽ എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നോക്കിയേ, ഓപ്പണിംഗ് ടാക്സ് പേയബിൾ ആണ്. ഓപ്പണിംഗ് ടാക്സ് പേയബിൾ ഒരു 5,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, 5,000 rupees. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഓപ്പണിംഗിൽ 5,000 രൂപ ടാക്സിന് കൊടുക്കണം, ടാക്സ് ആയിട്ട് അടക്കണം. പേയബിളാ, പെയ്ഡ് അല്ല, പേയബിളാ. ആഡ് പ്രൊവിഷൻ, അതായത് ഈ വർഷം നമ്മൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3,000 രൂപ പ്രൊവിഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 3,000 രൂപ പ്രൊവിഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം 8,000 rupees നമുക്ക് പ്രൊവിഷനായിട്ട് അല്ലെങ്കിൽ ടാക്സ് പേയബിളിന് വേണ്ടി കിടപ്പുണ്ട്. ക്ലോസിംഗ് പേയബിൾ നോക്കിയപ്പോൾ 2,000 rupees ഉള്ളൂ എന്ന് വിചാരിക്കുക. ക്ലോസിംഗ് പേയബിൾ മനസ്സിലായി? ക്ലോസിംഗ് പേയബിൾ മീൻസ് ക്ലോസിംഗിൽ ഇനി എത്ര മാത്രമേ അടയ്ക്കാനുള്ളൂ, 2,000 rupees മാത്രമേ അടയ്ക്കാനുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, നമ്മൾ 6,000 rupees ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പെയ്ഡ് ആയിരിക്കും. ആണല്ലോ, 6,000 rupees നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും, ഇറ്റ്സ് കോൾഡ് പെയ്ഡ് ആയിരിക്കും. സോ ഈ പറയുന്ന പ്രൊവിഷൻ അല്ല നമുക്ക് വേണ്ടത്, പകരം നമുക്ക് വേണ്ട എന്താ, ആ ടാക്സ് പെയ്ഡ് ആണ് വേണ്ടത്. ചെയ്ത് മനസ്സിലായോ? സോ എത്രയാണോ ലൈബിലിറ്റി നോക്കുക, അതിൻ്റെ കൂടെ പ്രൊവിഷൻ ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലൈബിലിറ്റി എത്രയാണെന്ന് നോക്കുക. സോ ബാലൻസ് നമുക്ക് എന്ത് ചെയ്തായിരിക്കും, കൊടുത്തു തീർന്നായിരിക്കും. സോ ഇൻകം ടാക്സ് പെയ്ഡ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നോക്കിയേ, നോൺ റെക്കറിംഗ് ഇൻകം എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞായിരുന്നു, പ്രോഫിറ്റ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ട എന്താ, എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നാണ് അറിയേണ്ടത്. അതിന് നമുക്ക് ഏത് വരയ്ക്കണം, ഈ എക്യുപ്മെന്റ് അക്കൗണ്ട് എന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പറഞ്ഞ മനസ്സിലായി? ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. റിട്ടേൺ ഏർണിംഗ്സ് ആൻഡ് ബ്രോഡ് ഫോർവേഡ് പ്രോഫിറ്റ്. നമുക്ക് എന്തിനാ, കഴിഞ്ഞ വർഷങ്ങളിലെ ബ്രോഡ് ഫോർവേഡും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യാതൊരുവിധ ബന്ധവും കാര്യങ്ങളോ അതിനകത്തില്ല. ഡിവിഡൻസ് ഡിക്ലെയർ ആൻഡ് പെയ്ഡ് 7,20,000. ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് പേ ചെയ്തതാണ്, ഡിവിഡൻഡ് പെയ്ഡ് ആണ്. സോ എന്ത് വരും, ഈ പറയുന്ന പോലെ 7,20,000 ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് വരും. ഇനി ചില പ്രോബ്ലത്തിനകത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവും, ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ത് ചെയ്തു എന്നല്ല, പേ ചെയ്തു എന്നല്ല. ഇനി 2 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, 2015-ലെയും 2016-ലെയാണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. 2015 ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 1,000-ഉം 16 ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 2,000 rupees ഉണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായി? ഓക്കെ, ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ഡിക്ലെയർ ചെയ്ത എമൗണ്ട് ഈ വർഷം നമ്മൾ പേ ചെയ്യുന്നതായിട്ട് കണക്കാക്കും. എങ്ങനെയാ, അതായത് 2005 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത 1,000 രൂപ എപ്പോൾ പേ ചെയ്തായിട്ട് ട്രീറ്റ് ചെയ്യും,
2016 പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ 2016 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്ന നേരത്ത് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കണം? 1000 കാണിക്കണം. ഇനി 2017 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന 2000 റുപ്പീസ് ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു കേസ് പറഞ്ഞു എന്ന് മാത്രം. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് എന്നാണ് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എഴുതിക്കോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിനകത്ത് എഴുതിക്കും. പക്ഷേ ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് ഈ വർഷം പേ ചെയ്യുന്നതായിട്ടും ഈ വർഷം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് അടുത്ത വർഷം പേ ചെയ്യുന്നതായിട്ടും ട്രീറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അസറ്റ്, അതായത് ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കണേ 2 വർഷത്തെ. എന്തിനാ തന്നിരിക്കണേന്ന് അറിയാലോ? എന്തിനാ നോക്കി, അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഓപ്പണിംഗ് വാല്യൂ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് വാല്യൂ തന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ്സ് ഓപ്പണിംഗ് വാല്യൂ ക്ലോസിംഗ് വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ അസറ്റിന്റെ അക്കൗണ്ട് ഒക്കെ വരയ്ക്കാൻ പഠിച്ചില്ലായിരുന്നു. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് തന്നിരിക്കണേ. മനസ്സിലായി? അതായത് അസറ്റ് അക്കൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇയർലി ആണെങ്കിൽ പോലും അസറ്റിന്റെ ബുക്ക് വാല്യൂ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അസറ്റിന്റെ ഒറിജിനൽ വാല്യൂ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് ഏത് വാല്യൂ മൈനസ് ചെയ്യണം? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. എന്നാലേ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റിരിക്കുന്നത്, എത്രയാണ് നമ്മൾ അതിന്റെ ലാഭം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ, നോ ഇഷ്യൂസ്. അതായത് ഈ പറയുന്ന ഒറിജിനൽ വാല്യൂവിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറണ്ട് ഇയറിലെ ബുക്ക് വാല്യൂ കിട്ടും. മനസ്സിലായി? എന്നിട്ട് അതിനെ സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയാൽ നമുക്ക് വാല്യൂ കിട്ടും. ചെയ്താൽ മനസ്സിലായല്ലോ? മനസ്സിലായോ? സോ നോക്കി, ഞാൻ പറഞ്ഞുതരാം. 2 രീതിയിലാണ് അസറ്റുകൾ നമ്മൾ ബുക്കിനകത്ത് ചെയ്യുന്നത്. ഒന്ന്, വാങ്ങിച്ച ഒറിജിനൽ കോസ്റ്റിൽ തന്നെ ട്രീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ബുക്ക് വാല്യൂവിൽ എഴുതും. ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് 1000 രൂപയാണ്. ഓക്കെ, 100 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഇപ്പോൾ ബുക്ക് വാല്യൂ 900 ഉള്ളൂ, 900 രൂപ. സോ ആദ്യത്തെ മെത്തേഡിൽ ഈ പറയുന്നത് പോലെ അസറ്റിന്റെ വാല്യൂ 1000 തന്നെ കാണിക്കും. എന്നിട്ട് ഈ ചാർജ് ചെയ്തിരിക്കുന്ന 100 രൂപ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ എഴുതി പോസ്റ്റ് ചെയ്യും. മനസ്സിലായി? ഇനി ഇത് സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? സെക്കൻഡ് ഇയറിലും ഈ പറയുന്ന 1000 മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവിടെ 800 ആവും. 100 രൂപ ഡിപ്രീസിയേഷൻ കുറഞ്ഞു. ഇവിടെ എന്ത് വരും? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 100 + 100 200 റുപ്പീസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിട്ട് കയറും. തേർഡ് ഇയറിലോ ഇത് 700 ആവും. പക്ഷേ ഇതിന്റെ വാല്യൂ അപ്പോഴും 1000 തന്നെയാണ്. പക്ഷെ ലയബിലിറ്റി സൈഡിൽ +100 ചേർത്തി 300 വരും. സോ ഈ പ്രോബ്ലത്തിനകത്ത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ദാറ്റ് മീൻസ് ഇത് ഒറിജിനൽ കോസ്റ്റിലാണ് കിടക്കണേ. അതിൽ നിന്ന് ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതിന്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കിട്ടുള്ളൂ. ഇനി ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അറിയാലോ എന്താ ട്രീറ്റ്മെന്റ്? എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കൂട്ടുന്ന നേരത്ത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടണം. അടുത്തത് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും തന്നിട്ടുണ്ട്. സോ ക്രെഡിറ്റ് സെയിൽ ഉണ്ടോ, എത്രയാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവും. ആരിൽ നിന്ന്? ഡെപ്റ്റേഴ്സിൽ നിന്ന് എത്രയാണ് കളക്ട് ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവും. സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അഡ്വാൻസസും തന്നിട്ടുണ്ട്. മനസ്സിലായി? ഇനി ഇവിടെ ഇക്വിറ്റി സൈഡിനകത്ത് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതിന് ഡിഫറൻസ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഏത് ആക്ടിവിറ്റിയിലോട്ട് കാണിക്കാം? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലോട്ട് കാണിക്കാം. ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. നോക്കിയേ, ഇൻകം ടാക്സ് പേയബിളും ഉണ്ട്. സോ ഇൻകം ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പ്രൊവിഷൻ കിടപ്പുണ്ട് അല്ലേ? സോ ഓപ്പണിംഗ് പേയബിൾ പ്ലസ് പ്രൊവിഷൻ മൈനസ് ക്ലോസിംഗ് പേയബിൾ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് എത്രയാണ് പേ ചെയ്തിരിക്കുന്നത് എന്ന് കിട്ടും. ചെയ്താൽ മനസ്സിലായോ? ഓക്കെ, ഞാൻ പ്രോബ്ലം ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മെറ്റീരിയലിൽ കിടക്കുന്ന പ്രോബ്ലമാണ്. നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് കിടക്കുന്ന പ്രോബ്ലമാണ്. അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നില്ല എന്ന് മാത്രം കേട്ടോ. നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ആൻസർ ചെയ്യുക. എനിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് ഓർമ്മ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.